ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. ഒറ്റ ചോദ്യമായുള്ളൂ, മില്ലിന്റെ കാര്യമാണ് ചോദിച്ചത്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് വടക്കാഞ്ചേരിക്കാർക്ക്. പ്ലീസ് പെട്ടെന്ന് കൂടുതൽ ദീർഘിപ്പിക്കേണ്ട ഉല്ലാസ് ബാബു പ്ലീസ്. ഞാൻ ദീർഘിപ്പിക്കാതിരിക്കാൻ എങ്ങനെ സാധിക്കും? കാരണം എന്നെ മൈതാന പ്രാസംഗികൻ എന്നാണ് അദ്ദേഹം വിളിച്ചത്. ആളൊരു കടലാസും തുറന്നു വെച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന ആ കഥകൾ മുഴുവൻ ഇങ്ങനെ കഥ 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 എന്ന് വായിക്കുമ്പോൾ അതിനെ ഞങ്ങൾക്ക് എതിർക്കണ്ടേ? അദ്ദേഹം പറയുന്ന ഓരോ ശൈലി എന്ന് പറഞ്ഞാല് മലയാള ഭാഷയുടെ മാന്യമായ രീതിയിൽ പച്ചയായിട്ടുള്ള നുണയെ പറയണേ, ഒരു മാറ്റമില്ല. അല്ല തട്ടിപ്പാണ് കലക്കണത്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ പേര് മാറ്റി ചെലവഴിക്കുമ്പോൾ അതിനെ കുറിച്ച് ആളും മിണ്ടിയില്ലട്ടാ. ഞാൻ പറഞ്ഞുതരാം. എന്തേ PM ആവാസ് യോജന, നിങ്ങളുടെ പേരെന്താ അറിയോ? ലൈഫ് മിഷൻ. അടുത്ത കാര്യം പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം ഈ MGNREA എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നിങ്ങളുടെ പേരെന്താ അറിയോ? അയ്യങ്കാളി തൊഴിലുറപ്പ്. രണ്ട് സ്വച്ഛ് ഭാരത് മിഷൻ. നിങ്ങളുടെ പേരെന്താണെന്നറിയോ? നിങ്ങൾക്ക് ആ കുട്ടിക്ക് പേരിടുന്ന ആ മന്ത്രിനും കൂടി വെച്ചോ. പേര് സുജിത്ത മിഷൻ. രണ്ടാമത്തെ പേരെന്താണെന്നറിയോ? PM കൃഷി സമ്പദ് യോജന. അതിന് നിങ്ങളുടെ പേരെന്താണെന്നറിയോ? KM മാണി മൈക്രോ ഇറിഗേഷൻ പദ്ധതി. ആയുഷ്മാൻ ഭാരത്. നിങ്ങളുടെ പേരെന്താണെന്നറിയോ? കാരുണ്യ ആരോഗ്യ പദ്ധതി. അതേപോലെ തന്നെ NHRM പദ്ധതി. നിങ്ങളുടെ പേരെന്താണെന്നറിയോ? ആർദ്രം. PM ഉജ്ജ്വല യോജന. നിങ്ങളുടെ പേരെന്താണെന്നറിയോ? ഫിലമെന്റ് രഹിത കേരളം. രണ്ടാമത് PM ഗരീബ് കല്യാൺ അന്ന യോജന. നിങ്ങളുടെ പേരെന്താ അറിയോ? സൗജന്യ റേഷൻ. സാർ ഞാൻ ചോദിച്ചോട്ടെ, മഞ്ഞക്കാടുകാർക്കായിക്കോട്ടെ പിങ്ക് കാർഡുകാർക്കായിക്കോട്ടെ, നാളെ ഇന്ന് വരെ റേഷൻ കടയിൽ പോയി അന്വേഷിച്ചിട്ട് ഈ കാര്യം തെറ്റാണെങ്കിൽ ഉല്ലാസ് ബാബു തെരഞ്ഞെടുപ്പിൽ നിന്ന് കുടുംബത്തെ പോയിരിക്കും. 35 കിലോ അരി വെച്ച് കേന്ദ്രം തരുന്നത് ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഫ്രീ ആയിട്ട്? കാര്യം നിങ്ങൾ എന്താ പറഞ്ഞത്? ഗ്യാസിന്റെ കാര്യം. അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ പല ആൾക്കാർ ഏരിയ സെക്രട്ടറിമാർക്ക് ഇറമെ പാഠം പഠിപ്പിക്കില്ലായിരുന്നു എല്ലാവരും. നിങ്ങളുടെ പാഠം പഠിപ്പിക്കുന്ന ഏരിയ സെക്രട്ടറി ഇറാനോട് പോയി പറയാൻ പറയും, ആ ഹോർമിസ് ഒന്ന് തുറക്കില്ലെങ്കിൽ ഇങ്കുലാപ്പ് വിളിക്കുന്നു പറ. പോയി പറ. കപ്പലിനെ ഹോർമിസ് കടലിടക്ക് തുറന്നു കൊടുക്കുന്നു എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മുഴുക്കുള്ള ആൾക്കാർ അവരുമായിട്ട് ചർച്ച നടത്തിയിട്ടാ. ഇവരുടെ ആളുകൾ ഇവിടെ കിടന്നിട്ട് ഈ പന്തം കൊളുത്തി നടത്തിക്കൊണ്ടല്ല. മുന്നോട്ട് പോകാൻ കഴിയും. വടക്കാഞ്ചേരി മേൽപ്പാലം പണിയാൻ പ്രാപ്തിയില്ലാത്ത ചേരി ഉണ്ടാക്കാൻ പോവാണ്. വടക്കാഞ്ചേരിയിലെ ഈ പുഴയ്ക്ക് കർക്കിടക മാസത്തിലെ നല്ല കർക്കിടം മിഥുന മാസത്തിലെ മഴ അങ്ങോട്ട് പെയ്യുമ്പോ അവിടെ പോയിട്ട് കല്ല കെട്ടി 8 കോടി രൂപ കല്ല് ഒളിച്ചാ പോയി. 8 കോടി പോയി കല്ല് പോയി. എന്നിട്ടാണ് ചേരി ചേരാനായോ ഉണ്ടാക്കാൻ പോകുന്നത്. വടക്കാഞ്ചേരി അങ്ങാടി നേരിയ ആദ്യം പഠിക്കുക, എന്നിട്ട് ചേരിക്ക് കൂടി നമുക്ക് പോവാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കൊല്ലം മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, ഇതിന് കേന്ദ്ര സർക്കാർ കൊടുത്ത പൈസ നിങ്ങളുടെ ആരോഗ്യമന്ത്രി എന്നെ സമ്മതിച്ചിട്ടുണ്ട്. ആ പൈസ കൊണ്ട് അവിടെ ഫാർമസിയിൽ മരുന്ന് പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കിയത് നമ്മളാണോ? അല്ല, മരുന്ന് മേടിച്ചു വെക്കാൻ കഴിവില്ലെങ്കിൽ മരുന്ന് മേടിച്ച് സാധാരണക്കാർക്ക് പണി നിർത്തി കുടുംബത്തിൽ പോയിരിക്കണം. അതിനാണ് ആരോഗ്യമന്ത്രി വേണ്ടത്. ആരോഗ്യമന്ത്രിക്ക് ഫാർമസിയിൽ മരുന്ന് മേടിക്കാൻ കാപ്പിയില്ലെങ്കിൽ പണി നിർത്തി പോയിരിക്കണം. മരുന്നില്ലാത്ത മെഡിക്കൽ കോളേജ് 10 കൊല്ലം നിങ്ങൾ വായിച്ചതുണ്ടല്ലോ. പണ്ട് ബാലരമ വായിച്ച പോലെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പാലക്കാട് മെഡിക്കൽ കോളേജ് ഉണ്ട്. പാലക്കാട് മെഡിക്കൽ കോളേജ് ഉണ്ട്. പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. കുഴിനകത്തൊരു ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ? അവിടെ പറ്റുമോ? എന്താ 10 കൊല്ലായില്ലേ? 10 കൊല്ലം ആരോഗ്യമന്ത്രി ഉണ്ടായിട്ട് പാലക്കാട് മെഡിക്കൽ കോളേജിൽ IP കറക്റ്റ് ആയോ? കൃത്യമായി ഡോക്ടറായോ? എന്താ സാധിക്കാത്ത? അതും കൂടി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കൈകാര്യം ചെയ്യാം. അപ്പൊ തൃശ്ശൂരിന്റെ കാര്യം പ്രശ്നമാവുക. അത് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ആൾക്കാർ വന്ന് ലോകം ഞങ്ങളെ നോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലെ പൊട്ടന്മാരാണോ? പിന്നെ ഒരു കാര്യം പറഞ്ഞത്, നട്ടാലും പറിച്ചാലും ഒരു കൊട്ട.
ഓ എന്ത് കണ്ടുപിടുത്തലാണ് സാറേ. ഇന്ത്യ മഹാരാജ്യത്ത് ത്രിപുരയും ബംഗാളും കഴിഞ്ഞ് ഇതിനകത്ത് മാത്രമായി ഒതുങ്ങിയത് നട്ടാലും പൊതിച്ചാലും ഒരു കൊട്ടയായതുകൊണ്ടാണ്. ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നു. ഏറ്റവും കൂടുതൽ MP-മാർ ഞങ്ങൾക്ക്, ഏറ്റവും കൂടുതൽ MLA-മാർ ഞങ്ങൾക്ക്, ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഞങ്ങൾ ഭരിക്കുന്നു, ഏറ്റവും കൂടുതൽ കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കുന്നു, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഭരിക്കുന്നു. എന്നിട്ട് നട്ടാലും പിടിച്ചാലും ഒരു കൊട്ടാന്ന്. നിങ്ങൾ എന്ത് ഭാര്യ പറയണത്? നിങ്ങളുടെ നേതാവുണ്ട്, പണ്ട് പറഞ്ഞു കേട്ടിട്ടില്ലേ, എന്ത് അപ്പം ഉണ്ടാക്കി അത് എറണാകുളത്ത് കൊണ്ട് വിറ്റ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മലപ്പുറത്തേക്ക് വരും. ഉച്ച തിരിഞ്ഞ് വീണ്ടും അപ്പം കൊണ്ട് എറണാകുളത്തേക്ക് പോകും. അത് കഴിക്കാൻ രാത്രി വീട്ടിലേക്ക് വരും. അപ്പം ആ ടോയ് നൂല് ഇങ്ങോട്ട് വലിച്ചു കെട്ടിയിട്ട് കളിപ്പാട്ട ട്രെയിൻ ഓടിക്കുന്ന കേരളയെ കുറിച്ച് പറഞ്ഞു. ചോദിച്ചപ്പോൾ പറഞ്ഞു, അമൂർത്തമായ കാര്യങ്ങൾ മൂർത്തമായ സമയത്ത് നടന്നില്ലെങ്കിൽ മൂർത്തമായ കാര്യങ്ങൾ അമൂർത്തമായ സമയത്ത് നടക്കും. ജനങ്ങൾക്ക് പോലും മനസ്സിലാവണ്ടേ? ചുമ്മാ അതല്ല തനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ മണ്ടൻ എന്നുള്ള പേര് വേണത്. തന്നെ വീട്ടുകാരെങ്ങനെ സഹിക്കുന്നടോ? വീട്ടിലെല്ലാവർക്കും ഭയങ്കര പേടിയാണ് സാർ. ആ ന്യായീകരണം അപ്പൊ ഈ കാര്യം പറഞ്ഞത്, BJP ജയിക്കുന്ന സമയത്തെ 150 ഉറുപ്പിയുടെ റൂം എടുത്ത് നിങ്ങൾ പുറത്തിരിക്കും. എന്താ ഞങ്ങൾക്ക് ഈ ഗതി പറ്റിയേ? ത്രിപുരയും ബംഗാളും കേരളത്തിലും ആയല്ലോ എന്ന് പറയാണ്ട് ഗതി. വൺസ് അപ്പോൺ എ ടൈം ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു കേരളത്തിലെന്ന് ചരിത്രം പഠിക്കേണ്ടി വരും നമ്മുടെയൊക്കെ ചെറുകുട്ടികൾ. ഒരു നമ്മൾ ഈ നാണം കേട്ടല്ലോ സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ കാശ് കൊണ്ട് ഹോർഡിങ്സ് വെച്ചിട്ട് അതിന്റെ പേരിൽ വോട്ട് തട്ടാൻ നടക്കുന്ന നിങ്ങളൊക്കെ എന്ത് രാഷ്ട്രീയമാണുള്ളത്? നിങ്ങൾ ആള് പറഞ്ഞില്ല റോഡ് നന്നാക്കണ പുതിയ പേര് BMBCയോ എന്താ സാർ ഒന്ന് പറഞ്ഞെന്ന് ആ സംഭവം. ഞാൻ അത് എന്തിനാ നമ്മള് കേൾക്കണേ? 4.25 കൊല്ലം ജനങ്ങളുടെ തണ്ടലൊടിഞ്ഞു, മുതുകൊടിഞ്ഞു, നടുവൊടിഞ്ഞു, വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു, ടയർ പൊട്ടി, എല്ലാം പൊട്ടി. എന്നിട്ട് ഇപ്പൊ കുറച്ച് ടാറും അല്പം ഡോളറും കൊണ്ടുവന്നിട്ട് എങ്ങനെയുണ്ട് റോഡ്? 5 കൊല്ലം ഞങ്ങളുടെ തണ്ടലൊടിഞ്ഞതിന്റെ ഉത്തരവാദിത്തങ്ങൾ എടുക്കോ? 5 കൊല്ലം ഞങ്ങളുടെ മുതുകൊടിഞ്ഞതിന്റെ ഉത്തരവാദിത്തങ്ങൾ എടുക്കോ? 5 കൊല്ലം ഞങ്ങളുടെ സമയം നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ എടുക്കോ? നിങ്ങളുടെ മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ തള്ളിയതെന്താണെന്നറിയോ? ഒരു പയ്യൻ വന്നുത്രേ ഈ ശക്തനില്. എന്നിട്ട് അമ്മേന്റെ വീട്ടിലേക്ക് പോവായിരുന്നു പാലക്കാട്ടേക്ക്. അപ്പോൾ അമ്മയുടെ പറഞ്ഞു, അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പോകുമ്പോ, അമ്മേ കേരളം യൂറോപ്പിനേക്കാൾ ഗംഭീരമായിരിക്കും. ആ യൂറോപ്പുകാർ കേൾക്കണ്ട, കെട്ടിട്ടടിക്കാ ചക്കനെ. മനസ്സിലാക്കിക്കോ നിങ്ങള്. യൂറോപ്പ് നന്നായിട്ട് ഇവിടെ നന്നായിട്ടല്ല, ഗുണ്ട് കലക്ക് തന്നെ. ഇപ്പൊ ഇങ്ങോരിപ്പോ ഇവിടെ ചെയ്തില്ലേ? ഇത് നിയമസഭയിൽ ഇവരുടെ ആൾക്കാർ മുഴുവൻ ചെയ്യുക, ജനങ്ങളെ പറ്റിക്കുക, വഞ്ചിക്കുക, ചതിക്കുക, നീതികേട് കാണിക്കുക. എന്നിട്ട് പറയാണ് ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് ഇതേപോലെ തട്ടിപ്പും വെട്ടിപ്പും മത്തങ്ങി. ശരി, ഓക്കെ വരാം ഒരു മിനിറ്റ്. മെഡിക്കൽ കോർപ്പറേഷന് ഗോഡൌൺ മാത്രമേ കത്തുള്ളൂ. എന്ത് നടപടിയെടുത്തു? ഈ 5 മെഡിക്കൽ കോർപ്പറേഷന്റെ ഗോഡൌണിൽ കത്തിയിട്ട് എന്ത് നടപടിയെടുത്തു? ഒന്ന് അത് കോളേജിന്റെ കാര്യം പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ഈ കോടികൾ മുടക്കിയിട്ട് കെട്ടിടങ്ങൾ വെക്കുന്നുണ്ട്. ആര്? ഊരാളുകൾ. അവിടെ നിന്ന് എന്തെങ്കിലും ജീവനക്കാരെ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഉത്തരം പറ. നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നോക്കണം. മോനെ, എന്താണ് നിന്റെ പ്രശ്നം? ഒരു കാര്യം പറഞ്ഞു, നെതന്യാഹുവിനെ കെട്ടിപ്പിടിച്ചതാണ് ഇവിടുത്തെ CPM-ന്റെ പ്രശ്നം. ഈ വേട്ടാവളിന് എന്നാ പറയുന്നത്? അതാണ് വടക്കാഞ്ചേരി നേടുന്ന ഏറ്റവും പ്രശ്നം. നെതന്യാഹു ഇസ്രായേൽ, ഇതാണ് ഇറാൻ, ഇതാണ് വടക്കാഞ്ചേരി നേടുന്ന പ്രശ്നം. പച്ചത്തെറിയന്നെ വായി വരുന്നത്. തൊള്ളക്കുത്തി വർത്തമാനം പറഞ്ഞു പോലല്ല രാഷ്ട്രീയം. അതല്ല നടക്കാത്ത കാര്യങ്ങൾ കോവിഡിന്റെ കാലത്ത് കേരളം ചോദ്യം. നീ ഒറ്റയ്ക്ക് അടി പഠിക്കും, എനിക്ക് വേറെ പണിയുണ്ട്. ചോദ്യത്തിനല്ല മറുപടി പറഞ്ഞത്. ചോദ്യം എന്തുകൊണ്ടാണ് KMCL ഗോഡൌൺ കത്തിയത് എന്നായിരുന്നു ചോദ്യം. ഒരു മിനിറ്റ്, അതിന് മറുപടി ഇല്ലെന്നേ. ഓക്കെ, ഞാൻ ഇല്ലാത്ത മറുപടി എങ്ങനെ പറയുന്നത്? ഹലോ, എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. സമുന്നതരായ നേതാവിനോടുള്ള ചോദ്യമാണ്. 2016 അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിലെ കടം എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടി രൂപയാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ PR വർക്കിന് കൊടുക്കുമ്പോൾ ഇന്ന് കേരളത്തില് ജനിച്ചു വീഴുന്ന കുട്ടിയുടെ കടം അല്ലെങ്കിൽ കേരളത്തിന്റെ മൊത്തം കടം എന്ന് പറയുന്നത് 4.8 ലക്ഷം കോടി പ്ലസ് ആണ്. അപ്പോ അതിദരിദ്രമില്ലാത്ത വളർച്ച എന്നതിനെ സംബന്ധിച്ച് ശരിയായ ധാരണയില്ലെന്ന് തോന്നുന്നു. നമുക്കറിയാം കേരളത്തിന്റെ കടം ഓരോ 5 വർഷം കൂടുമ്പോഴും
ഇരട്ടിയാകുന്ന ഒരു പ്രവണതയുണ്ട്. ഈ വികസന പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ? ഇതൊക്കെ തന്നെ. അത് അതെന്ത് ഉമ്മൻചാണ്ടിയുടെ കാലം. പ്രവണതയാ? അപ്പോ വീണ്ടും അല്ല, അഞ്ച് ഇവര് കൊല്ലം വീണ്ടും കഴിഞ്ഞപ്പോ വരണം അത് കേട്ടോ. അതിന്റെ ഭംഗിയേ ഇരട്ടി ഉള്ളൂ. 2,80,000 ഭയങ്കര maths തന്നെ. ഇപ്പോ പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. ആ കണക്കിന് നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ കടം ഒരു 6 ലക്ഷം കോടി രൂപ ആകേണ്ട സ്ഥാനത്താണ് സഹോദരി പറഞ്ഞതുപോലെ ഒരു 4.8 ലക്ഷം കോടി ലാഭം, അതാണ് സാമ്പത്തികം. അപ്പൊ അത് ഇവനെ പഠിപ്പിച്ചു വിട്ട കടകൾക്ക് 10 സാർ. അപ്പൊ മൊത്തത്തിൽ മൊണ്ണ. യു സർട്ടിഫൈഡ് മൊണ്ണ. കടത്തിന്റെ വർധനവല്ല, കടം കുറയുകയാണ്. കേരളത്തിന്റെ കടം 70,000 കോടിയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, 1.40 അങ്ങനെ ഒരു താരതമ്യ പഠനം എന്തിനാണ്? അതിന്റെ ഇരട്ടി 2.80 ഒന്നാം പിണറായിയുടെ കാലത്ത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 6 ലക്ഷം കോടിയുടെ മേലെ പോണം. അതാണ് നിങ്ങൾ തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപ, 191 കോടി രൂപ ശരിയായിട്ടുള്ള രീതിയിൽ മാർച്ചില് ശരിയായിട്ടുള്ള പ്രൊജക്ട് കൊടുക്കാത്തതിന്റെ പേരിൽ 191 കോടി രൂപയാണ് ഇപ്പൊ ലാപ്സ് ആവാൻ Lapse ആയി. അതുണ്ട്. അത് ശരിയാണ്. അതിന് മറുപടി ഇല്ലേ? അതെ, കടത്തിന്റെ കാര്യത്തിലുള്ള പെശക ഞാൻ ചൂണ്ടിക്കാണിച്ചില്ലേ? ശരി, ശരി. അടുത്തേക്ക് വരാം. ഓക്കെ ഓക്കെ. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. അത് കേന്ദ്ര ചക്കാന്ന് ചോദിക്കുമ്പോ ഉമ്മത്തുംകായാന്ന് മറുപടി പറയുന്നത് ഗവൺമെന്റിന്റെ പോലെ. ചക്കാന്ന് ചോദിക്കുമ്പോ ചക്ക കോടി കോടി രൂപയുടെ എന്ത് വർക്ക് നടത്തുന്ന ഒരു മണ്ഡലാണ് ഈ പോയി ചത്തൂടേടാ. ചർച്ച ചെയ്യണം. ഒച്ചപ്പാടും ബഹളവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിന്റെ സാമ്പത്തികമായി പ്രസംഗിക്കാൻ സമയം കൊടുക്ക്. സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നു എന്ന് സമ്മതിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഇവിടെ ഉണ്ടോ? കേരളത്തിന്റെ സമരം ചെയ്തില്ലേ? കർണാടകയിലെ സമരം ചെയ്യണമെന്ന് ആഗ്രഹം ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഉൾപ്പെടെ ഇതൊരു സൈക്കിളാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് കുറെ നേരം സംസാരിക്കാൻ. നിങ്ങൾ മെഗാ സീരിയലായിട്ട് ടെലികാസ്റ്റ് ചെയ്തോളൂ. ഞാനിത് മതി മതി വേണ്ടി പറഞ്ഞതല്ല. ടു മച്ച്. ഒരു ചോദ്യം വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഗോവിന്ദൻ മാഷ് പോയാൽ ഈ പാർട്ടിയിൽ ഇതുപോലെ നുണ പറയാൻ വേറെ ആളില്ലെന്നാ ഞാൻ കരുതിയത്. ഉണ്ടോ നിന്ന് പോവോ എന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പൊ ഇങ്ങനൊരു അവതാരം ഉണ്ടായല്ലോ, നന്നായി. അത് അമ്മാമ്മ ശരിക്കും പറഞ്ഞാണോ അതോ എന്നെ ഒന്ന് താങ്ങിയതാണോ? ശരിക്കും പറഞ്ഞ കാശുണ്ടായ 5 ലിറ്റർ പെട്രോൾ അങ്ങനെ നാളികേരത്തിന്റെയും വെളിച്ചെണ്ണയുടെയും വില കുതിച്ചുയർത്തിയിട്ടാണ് പറയാണ്. മറ്റാരുണ്ട്? വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് കൃഷ്ണുണ്ണി ഒരു കാര്യം പറയട്ടെ. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഒരു കലക്ക് കലക്കിയില്ലേ ആള് വാച്ച നോണേട്ടോ. അതായത് 67,000 കോടി രൂപ കേന്ദ്ര സർക്കാർ പദ്ധതി. അത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല കേട്ടോ, നിങ്ങളുടെ അവകാശ. അത് യഥാവധി കൃത്യമായി മനസ്സിലാക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ദീർഘവീക്ഷണമുള്ള ഒരു സർക്കാർ കേന്ദ്രത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ടേക്ക്. അതാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. സൂപ്പർ സൂപ്പർ. രണ്ടാമത്തെ കാര്യം, 67,000 കോടി രൂപ കേന്ദ്ര സർക്കാർ നടക്കുമ്പോൾ അത് NH പണിയാനല്ല കേട്ടോ. 5,000 രൂപ നുണയാണ് പറയുന്നത്. പാച്ച കല്ല് വെച്ച നുണ. പക്ഷെ മുഖത്തൊരു വ്യത്യാസം ഉണ്ടാവില്ല ഇവർക്ക്. അത് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രത്യേക രീതിയാണ്. പച്ച പച്ച ഇടക്കിടക്ക് പറയരുത്. പച്ച പച്ചാന്ന് ഒന്നാണ് പച്ചയും കാവിയും. ജമാഅത്തെ ഇസ്ലാമിനെ ഒക്കത്ത് വെച്ച് മുലയൂട്ടിയ നിങ്ങളാണോ ഞങ്ങളോട് പറയുന്നത്? വർഗീയവാദികളെ കഴുത്തിൽ വെച്ച് വർഗീയവാദികളെ ഒക്കത്ത് വെച്ച് വർഗീയവാദികളെ കൂടെ ഇരുന്ന് പ്രവർത്തിച്ച നിങ്ങൾ, മതവർഗവാദത്തിന്റെ അച്ഛനും അമ്മയുമായി പ്രവർത്തിച്ച നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നു. തൊടാനുള്ളത് 10 കൊല്ലം കേരളം നശിപ്പിച്ച പിന്നെ ജനങ്ങൾക്ക് ചോദ്യം ചോദിക്കാണ്ടാവൂലേ? അത് ചോദിക്കട്ടെ. അവർക്ക് ചോദിക്കാനും അവിടെ രണ്ടുമില്ല. നിങ്ങളുടെ സർക്കാരല്ലേ ഭരിച്ചത്, അപ്പൊ നിങ്ങളോടല്ലേ ചോദിക്കണ്ടേ? ശരി. 2016 മാർച്ച് 31 29 ബാറുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ മദ്യശാലകളല്ല അടച്ചുപൂട്ടിയ സ്കൂളുകളാണ് ഞങ്ങൾ തുറക്കുന്നത് എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ 850ഓളം ബാറുകളാണ് ഇന്ന് കേരളത്തിൽ തുറന്ന് പ്രവർത്തിക്കുന്നത്. എന്താണ് LDFന്റെ മദ്യനയം? ഒരു ചോദ്യം കൂടി ഉണ്ട്. ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത്? ഇടതുപക്ഷത്തിന്റെ മദ്യനയം പെട്ടിക്കട പോലെ ഇതൊരു നടക്ക് പോണ കേസല്ല. വരും, എല്ലാം ശരിയാകും.
ടൂറിസത്തിന്റെ ഭാഗമായി എവിടെയെങ്കിലും ഒരു ടൂറിസം? ലക്ഷമദ്യം കുടിച്ച് മരിക്കാത്തതാണ് ഈ കേരളം. നിന്റെ തല ഭയങ്കര തന്നെ. ഈ കേരളത്തില് മദ്യത്തിന്റെ അതെ, എനിക്ക് തോന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? അടുത്ത ചോദ്യം. ഇത് ഞാൻ നേരത്തെ പിണറായി എന്തിനാ അമേരിക്കയിലേക്ക് പോകുന്നു? Yes. നിങ്ങൾക്ക് ലോകം കേരളത്തെ നോക്കുന്നത് കൊണ്ട് ഓഫീസിൽ നിന്ന് പഠിച്ച നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാ എനിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യാലയത്തിൽ കാര്യം. പോയിട്ട് പറയണം. താടിക്ക് തീ പിടിക്കുമ്പം ബീഡി കത്തിക്കരുത് ഉണ്ണികൃഷ്ണ. ചികിത്സയും കൊടുക്കേണ്ടത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഒരു കാര്യം കൂടി പറയാം. തള്ളി തള്ളി വീട് വരെ എത്തിക്കണേ. ഗാന്ധിജി നെഹ്റുവിന്റെ ഭാര്യയ്ക്ക് അസുഖം ബാധിച്ചു കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. എവിടെ ചികിത്സിച്ചാണെങ്കിലും ഞങ്ങൾ അപ്പൊ അമേരിക്കൻ സാഹചര്യത്തെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്. ചികിത്സ ഞങ്ങൾ കൊടുക്കും. വലിയ വലിയ കുഴപ്പമുണ്ടോ? ചോദിക്കണ കുഴപ്പമില്ല. കുഴപ്പമില്ല. ഈ കൈന്റെ വലിയ വേറെ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. ഈ നമ്പർ 1 ആയിട്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ചെയ്ത നമ്പർ 1 അത് എന്തായിരുന്നു ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. നമ്പർ 1? നമ്പർ 1 കേരളം. നമ്പർ 1 കേരളം. നമ്പർ 1. എനിക്ക് മതിയായി. തൽക്കാലം ഇത്രയും മതി.